എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1-1.5 മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷം ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. സച്ചിയും ശ്രുതിയും കൂടെ ശ്രുതിനെ അന്വേഷിച്ച് പോവാണ്. ഈ സമയത്താണെങ്കിൽ ശ്രുതിക്കാണെങ്കിൽ ആകെപ്പാട് ടെൻഷൻ. ദൈവമേ, ശ്രുതിനി ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കോ. അപ്പൊ രവീന്ദ്രനാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയി എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്തി കൊണ്ടുവരാനൊക്കെ. ഇത് കേട്ടുകഴിഞ്ഞപ്പം ശ്രുതിക്ക് സഹിച്ചില്ല. തനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, തന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സച്ചിയുടെ കൂടെ ഇറങ്ങിപ്പോണേ. അങ്ങനെ കാറിൽ പോകുന്ന സമയത്ത് സച്ചി ഭയങ്കര ഹാപ്പിയിലിരിക്കുവാണ്. ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോ ശ്രുതിക്ക് സഹിച്ചില്ല. ഈ സമയം ശ്രുതി ആകപ്പാടെ വെപ്രാളപ്പെട്ട് ശ്രുതിനെ ഫോൺ ചെയ്ത് നോക്കുക. അപ്പൊ വിളിച്ചു കഴിഞ്ഞപ്പത്തേനും ഫോൺ സ്വിച്ച് ഓഫ് എന്നാ മറുപടി പറയണേ. കിട്ടുന്നില്ല. ആ സമയം സച്ചി പറഞ്ഞു, വെറുതെ എന്തിനാടാ വിളിക്കണേ, നീ എത്ര വട്ടം ഇവിടെ കിടന്ന് വിളിച്ചെന്ന് പറഞ്ഞാലും സ്വിച്ച് ഓഫ് ആയ ഫോൺ ഓണാകാനൊന്നും പോകുന്നില്ല. നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകും, അത് വെറുതെ ഓഫ് ചെയ്ത് വെക്കാൻ പറയണ, അല്ലെങ്കിൽ നിന്റെ ഫോണിന്റെ ചാർജും തീരുമെന്ന് പറയാ. പിന്നീട് സച്ചി വണ്ടി ഓടിക്കണ സമയത്താണെങ്കിൽ സച്ചി നോക്കുന്നുണ്ട് സൈഡിലൊക്കെ എവിടെയെങ്കിലും നിപ്പുണ്ടോന്ന്. പക്ഷെ ഒരിടത്തും കാണുന്നില്ല. അപ്പോഴേക്കും സച്ചിയുടെ ഫോൺ ബെല്ലടിച്ചു. പെട്ടെന്ന് ശ്രുതി വിളിക്കുന്നതായിരിക്കും ഓർത്തോണ്ട് തന്റെ ഫോൺ ചാടി എടുക്കാൻ തുടങ്ങിയപ്പോ സച്ചിയോട്, എടാ എന്റെ ഫോണാ ബെല്ലടിക്കണേന്ന് പറയാ. സച്ചിക്ക് ഒരു ഓട്ടം വന്നായിരുന്നു. സച്ചിയോട്, സാറേ ഡേ ഞാൻ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുക, ഇപ്പൊ എനിക്ക് ഓട്ടം വരെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, ഒരു കാര്യം ചെയ്യാം, ഞാൻ മഹേഷിനെ പറഞ്ഞു വിടാം. അപ്പൊ സച്ചി അറിയുന്ന ആളാ ഓട്ടം വിളിച്ചേ. എന്ത് ചെയ്യാൻ എന്റെ സാറേ, ഭാര്യനെ കാണാതെ പോയെന്ന് പറയാ. ഭാര്യനെ കാണാതെ പോയെന്ന്? എന്റെ ഭാര്യനെ അല്ല, എന്റെ ചേട്ടന്റെ ഭാര്യനെ. എങ്ങോട്ട് പോയി നിർത്തില്ല. അപ്പൊ അത് അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കാന്ന് പറയാ. ഓ അങ്ങനെയാണോ, അന്ന് ശരിയെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യണം. ഈ സമയം സച്ചി പറഞ്ഞു, ഒരു നല്ല ഓട്ടം കിട്ടിയത് ഇച്ചിരി ലോങ് ആയിരുന്നു, നല്ല ക്യാഷ് തടയുന്ന ഓട്ടമാ, പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ തലവര എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, നിനക്ക് ഓട്ടം, എനിക്ക് എന്റെ ശ്രുതിനെ കാണാഞ്ഞിട്ട്. എടാ നിന്റെ ശ്രുതിനെ ഞങ്ങളുടെ ഒളിപ്പിച്ചു വെച്ചൊന്നുമല്ലോ, അവൾ തന്നെ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതല്ലേ. അതിനിപ്പോ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാത്തിനും കാരണക്കാരൻ നീയാ. ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പാറയ്ക്ക് പോയി കുത്തിയിരിക്കാനായിട്ട് നിന്നോട് ആരെങ്കിലും പറഞ്ഞോടാ? കുത്തി ഇരുന്നിട്ട് വലിയ വീരവാദം അടിച്ചോണ്ടിരിക്കുന്നു, മര്യാദയ്ക്ക് അവിടെ എങ്ങനെ ഇരിക്കാൻ പറയണം. ആ സമയം ശ്രുതിക്കാണെങ്കിൽ ടെൻഷനായിപ്പോയി. എന്ത് ചെയ്യുന്ന തരത്തിൽ ഇത്ര സമയം ഇതിലൂടെ ഒന്നും നടന്നിട്ടൊന്നും കാണുന്നില്ല. പിന്നീട് സച്ചി ശ്രുതിയോട് പറഞ്ഞു, എടാ ഇങ്ങനെ വായി നോക്കിയിരിക്കാൻ നീ ആ ബ്യൂട്ടി പാർലറിലേക്കാണ് വിളിച്ചു നോക്കുക, അവൾ അവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിയത്തില്ലോ എന്ന് പറയണം. അവസാനം ശ്രുതി എന്ത് വേണം, ബ്യൂട്ടി പാർലർ ആ പെൺകുട്ടിയെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആ പെൺകുട്ടി പറഞ്ഞു, അയ്യോ ചേച്ചി പോയല്ലോ, ഒരു മണിക്കൂറായി കാണും പോയിട്ടെന്ന് പറയണം. അല്ല എങ്ങോട്ടാ പോയെന്ന് മറ്റും അറിയാവോ? എങ്ങോട്ടാ പോയെന്ന് അറിയത്തില്ല, ഇന്നത്തെ കളക്ഷൻ എടുത്തോണ്ടാ പോയിരിക്കുന്നത്. ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, നിന്റെ ആള് തന്നെ കളക്ഷനൊക്കെ എടുത്തോണ്ടാ പോയിരിക്കുന്നത്. അത് മാത്രല്ല ചേച്ചി ഏതോ ബസ്സൊക്കെ തിരക്കുന്നു കേട്ടു എന്ന് പറയണ. ബസ്സോ, എങ്ങോട്ടുള്ള ബസ്സാന്ന് എന്തായാലും അറിയാമെന്ന് ചോദിക്കണം. ആ സമയത്ത് ആ പെൺകുട്ടി ഒരു സ്ഥലപ്പേര് പറയാണ്. ഈ സ്ഥലപ്പേര് കേട്ടപ്പോ സച്ചിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. പിന്നീട് സച്ചി ഫോൺ കട്ട് ചെയ്തപ്പോഴത്തേനും പറഞ്ഞു, അവള് പോയടാ, ഇനി നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, നിന്നെ പ്രതീക്ഷിന് അവളെ പ്രതീക്ഷിച്ച് നീ ഇരിക്കണ്ട, അവളിങ്ങോട്ട് വരുമെന്നും നീ കരുതുകയും വേണ്ട, അവൾ ഓടിപ്പോയതാ, നിന്നെ അവൾക്ക് മടുത്തെന്നാ തോന്നേ, ജോലിയും കൂലിയില്ല, നീ വീട്ടിൽ കുത്തി ഇരിക്കുമല്ലേന്ന് ചോദിക്കുകയാണ്. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പം ശ്രുതിക്കാണ് ആകെപ്പാട് ടെൻഷനായി. പിന്നീട് സച്ചിയുടെ ഫോണിലേക്ക് രേവതി വിളിക്കണം. രേവതി വിളിച്ചിട്ട് ശ്രുതിനെ കണ്ടോന്നൊക്കെ ചോദിക്കണേ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു, കണ്ടെത്തിയിട്ടൊന്നുമില്ല, പക്ഷേ എങ്കില് എങ്ങോട്ടാ പോയെന്നൊരു സ്ഥലപ്പേര് കിട്ടിയിട്ടുണ്ടെന്ന് പറയണ. സ്ഥലപ്പേര് കിട്ടിയിട്ടുണ്ടോ? അവസാനം സ്ഥലപ്പേര് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും രേവതി പറഞ്ഞു, അയ്യോ ഇത് ആ ഗ്രാമത്തിലേക്കാണല്ലോ പോയിരിക്കുന്നേ, കാരണം ഈ സ്ഥലപ്പേര് നല്ല പരിചയമുണ്ട്, ആദിയുടെ വീടിന്റെയൊക്കെ അവിടെയാണല്ലോ എന്ന് പറയണം. അപ്പൊ വിമലാന്റിയുടെ ആദ്യന്റെ സ്ഥലപ്പേര് ഒരു കാഞ്ച്, സച്ചിയാണ് അവിടേക്ക് ഒന്ന് പോയി അന്വേഷിച്ച് നോക്കാൻ പറയാണ്. ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, പിന്നെ എനിക്ക് അതല്ലേ പണി, വേറൊരു പണിയില്ലെന്ന് പറയണേ. എന്താ സച്ചിയായിട്ട് ഇങ്ങനെയൊക്കെ പറയണേ? ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീയും കൂടെ വാ എന്റെ കൂടെ, അന്നെങ്കിൽ അവിടെ ഇരിക്കുന്നേ അലമാരിക്ക് ആ ഡീസൽ അടിക്കാനുള്ള പൈസയും കൂടെ എടുത്തോണ്ട് പോരെ. പൈസ ഇല്ല, ചുമ്മാ വണ്ടി വെള്ളം ഒഴിച്ചാൽ ഓടത്തൊന്നും ഇല്ലോന്ന് പറയാ. സച്ചിയോട് പറഞ്ഞു, ശരി ഞാനിപ്പൊ തന്നെ വരാന്ന് പറയണം. അങ്ങനെ സച്ചി അങ്ങോട്ട് പോകുന്ന സമയത്ത് രേവതി വഴി കാത്തു നിന്നു. അങ്ങനെ രേവതിനെ അടുത്തേക്ക് സച്ചി എന്നിട്ട് പറഞ്ഞു, അല്ല പൈസ എടുത്തോന്ന് ചോദിക്കാം. ഇന്ന പൈസ എന്ന് പറഞ്ഞ് പൈസ കൊടുത്തു. അല്ല സച്ചേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കൃത്യമായിട്ട് അങ്ങോട്ടാ പോയെന്ന് ഉറപ്പുണ്ടോ? അതൊന്നും ഉറപ്പൊന്നുമില്ല, പക്ഷെ ഇപ്പൊ ആ വഴിക്ക് പോയി നോക്കാം, അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല, കാണുന്നില്ല എന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ വഴിക്ക് പോകുമ്പോ അവിടെയായിട്ടല്ലേ ആദിയുടെ ബിമലാന്റിയുടെ വീട്, അവിടെ ഒന്ന് കയറി നോക്കാം, നമ്മൾ മുമ്പ് പോയപ്പോ കണ്ടല്ലേ. ഒരു പക്ഷെ അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും എന്ന് പറയണം. എന്നാ കയറാൻ പറയണം. അങ്ങനെ രേവതി കയറാൻ തുടങ്ങിയപ്പോ ശ്രുതി മുമ്പിലിരിക്കുകയാണ്. പെട്ടെന്ന് ശ്രുതിനെ വിളിച്ച് ഇറങ്ങടാന്ന് പറയണം. ശ്രുതി പുറത്തേക്ക് ഇറങ്ങി. നീ അങ്ങോട്ട് കയറിക്കോളാൻ പറഞ്ഞു രേവതിനെ ഫ്രണ്ടിലേക്ക് കയറ്റുക. വേണ്ട സച്ചേട്ടാന്ന് പറയാം. വേണ്ട, എന്റെ ഭാര്യ ഫ്രണ്ടിൽ തന്നെ ഇരുന്നാൽ മതി, എന്റെ അടുത്ത് തന്നെ, അത് മതി എന്ന് പറയണം.
ഇത് കേട്ടത് ശ്രുതിക്ക് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ സച്ചിയുടെ കാരുണ്യത്തിലല്ലേ പോകുന്നത്, എന്തേലും പറഞ്ഞാൽ തന്നെ ഇവിടെ ഇറക്കി വിട്ടാലോ എന്ന് കരുതുവാണ്. അങ്ങനെ അവരങ്ങോട്ട് പോവാണ്. പോകുന്ന വഴിക്ക് സച്ചി ഭയങ്കര പാട്ടൊക്കെ പാടി ഹാപ്പി മൂഡിലായിരുന്നു. ഈ സമയം രേവതി ഒന്ന് നിർത്ത സച്ചിയേട്ടാന്ന് പറയാം. എന്ത് ഈ പാട്ടൊക്കെ നിർത്താവെന്ന് ചോദിക്കും. എന്തിനാ പാട്ട് നിർത്തുന്നേ? നമ്മൾ മരണ വീട്ടിൽ പോകുന്ന പോലെ പോകേണ്ട കാര്യമൊന്നുമില്ല നമുക്കെന്ന് പറയണം. അതിന് കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോൾ തന്നെ സച്ചി വണ്ടി നിർത്തി പോയി ഒന്നിനും ബിസ്ക്കറ്റും വെള്ളമൊക്കെ മേടിക്കുകയാണ്. മേടിച്ച് വന്നിട്ട് വണ്ടിയായിരുന്നു ബിസ്ക്കറ്റ് കഴിക്കാൻ തുടങ്ങി. ഈ സമയം ശ്രുതി അടിച്ച് നിനക്ക് വേണമെന്ന് ചോദിക്കുക. വേണ്ടാന്ന് പറയണം. രേവതി അടിച്ചപ്പോൾ രേവതി പറഞ്ഞു വേണ്ട സച്ചേട്ടാ എന്ന് പറയണം. ഈ സമയം ശ്രുതി പറഞ്ഞു എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എത്തിയാൽ മാത്രം മതി എന്ന് പറയാം. അതിനൊന്നൊരു കാര്യം ചെയ്യുക, നീ വന്ന് ഇങ്ങോട്ട് വണ്ടി ഓടിക്കുക. അതെ പറയുന്നവർക്ക് അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി, ഓടിക്കുന്ന ഞാനാന്ന് പറയണം. രേവതിയോട് വേണമെങ്കിൽ ബിസ്ക്കറ്റും വെള്ളമൊക്കെ കുടിച്ചോ, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതും കൂടെ കിട്ടിയെന്ന് വരത്തില്ല എന്ന് പറയാം. രേവതി പറഞ്ഞു എന്താ സച്ചേട്ട ഇങ്ങനെ? ശ്രുതി ഇപ്പം ശ്രുതിനെ കാണാതെ വിഷമിച്ചിരിക്കല്ലേ, ഈ സമയത്താണ് ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുക. പിന്നെ അവന്റെ വിഷമം, അവൻ ഒറ്റയൊരുത്തം കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അവനോട് ആരെങ്കിലും പറഞ്ഞോ പാർക്കിൽ പോയി വെറുതെ ജോലിയും കൂലിയും ഇല്ലാതെ കുത്തിയിരിക്കാനായിട്ട്? അതുകൊണ്ടല്ലേന്ന് ചോദിക്കുക. പിന്നീട് രേവതിയോട് ശരി വണ്ടി എടുക്ക് നമുക്ക് പോവാന്ന് പറയണം. അങ്ങനെ വീണ്ടും വണ്ടി എടുത്ത് അവരോരോ സ്ഥലമൊക്കെ അന്വേഷിച്ച് അങ്ങോട്ട് പോവാണ്. ഈ സമയം ശ്രുതി നേരെ ചെല്ലുന്ന വീട്ടിലേക്കാണ്. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിമല ഇറങ്ങി വന്നു. വിമലെ കണ്ടു ഓടി കെട്ടിപ്പിടിക്കുകയാണ് അങ്ങോട്ട് അമ്മയെന്നും വിളിച്ചോണ്ട്. എന്ത് പറ്റുമ്പോളെ, എന്താ കാര്യം, എന്താ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കാണ്. എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് നീ കരയുവാണല്ലോ ചെയ്തത്, എന്തിനാ കരയണേ എന്നൊക്കെ ചോദിക്കണം. അവസാനം പറഞ്ഞു ശ്രുതി എന്നെ ചതിച്ചെന്ന് പറയണേ. ചതിച്ചോ, എന്തിനാന്നൊക്കെ ചോദിക്കുകയാണ്. അതിനെ അവൻ എന്നോട് കള്ളം പറഞ്ഞമ്മേ, അവന് ജോലി ഉണ്ടെന്നും പറഞ്ഞിട്ട് എന്നോട് കള്ളത്തരം പറഞ്ഞ് ഇത്രയും നാളും 2-3 മാസം അവനെ പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നു പറയണം. ഇത് കേട്ടതും വിമല പറഞ്ഞു എന്തെങ്കിലും ഒരു കാരണം കാണുമ്പോളെ അതുകൊണ്ടായിരിക്കും എന്ന് പറയാം. എന്ത് കാരണം? അവന് പറ്റിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു, അവനോട് സത്യസന്ധമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ പോരായിരുന്നു ഒക്കെ ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ വിമല പറഞ്ഞു മോളെ നീ ഇങ്ങനെയൊന്നും പറയല്ലേ, നീ ഒന്ന് ഓർത്തു നോക്കിയേ, നീ ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്തിട്ടില്ല അവൻ്റെ കൂടെ കഴിയുന്നേ. നിന്റെ കള്ളത്തരം അങ്ങനെ അവൻ പിടിച്ചാലോ? അത് വെച്ച് നോക്കുമ്പോ ഇതൊക്കെ എത്ര നിസാരമാന്ന് ചോദിക്കാം. ഓഹോ അപ്പൊ അമ്മ ഇപ്പൊ സുധീരുടെ കൂടെയാണ് നിക്കണേന്ന് ചോദിക്കുക. സുധീരുടെ കൂടെ നിൽക്കുന്നല്ല ഞാൻ പറഞ്ഞേ, നീ ഒന്ന് ആലോചിച്ച് നോക്കാനാ പറഞ്ഞേ. കാരണം നിസാര കാര്യമല്ല നീ ചെയ്തിരിക്കുന്നേ, അതിനേക്കാളും വലിയ കൊടിയ പാപോ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഈ നിസാര കാര്യത്തിന് വേണ്ടി അവനോട് പിണങ്ങേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കുക. ഇല്ലമ്മേ എനിക്ക് സഹിക്കാൻ എന്നാലും പറ്റുന്നില്ല, ഞാൻ ഇത്ര ആത്മാർത്ഥത്തോടു കൂടിയല്ലേ സുധീയുടെ അടുത്ത് നിന്നേ. എന്നാൽ സുധിക്ക് ജോലിയില്ലെന്ന് ഒരു വാക്ക് പറയുമായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ആരായി തീർന്നു, എല്ലാവരുടെ മുന്നേ നാണം കിട്ടു. അവിടെ ആ സച്ചി എന്ന് പറയുന്ന എടുത്തിട്ടുണ്ട്, ആ സച്ചിയുടെ രേവതിയുടെ എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടു നിന്നു. ഇത്രയും നാളും എനിക്കൊരു അന്തസ്സും അഭിമാനമൊക്കെ ഉണ്ടായിരുന്നു അവരുടെ മുന്നിൽ, ഒരു നിമിഷം കൊണ്ട് അതെല്ലാം ഇല്ലാതായത്. എന്ത് ചെയ്യണം നമ്മ തന്നെ പറ എന്നും പറഞ്ഞിട്ട് വീണ്ടും കരയാണ്. അപ്പോഴേക്കാണ് ആദിയുടെ വരവ് അങ്ങോട്ട്. ആഹാ ആന്റിയോ, ഇത് എപ്പോ വന്നും പറഞ്ഞിട്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് ശ്രുതിനെ. ശ്രുതിയും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുക. ഇതെന്ത് പറ്റി ആന്റി? ആന്റിയുടെ കണ്ണിനകത്ത് കരട് പോയോ? കണ്ണ് നിറഞ്ഞു ഒഴുകുന്നുണ്ടല്ലോ എന്ന് പറയാം. ഒന്നുമില്ല എന്ന് പറയാ. കണ്ണി കരട് പോയാൽ ഞാൻ ഊതി തരാന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഊതി കൊടുക്കുകയാണ്. ഈ സമയം ശ്രുതി പറഞ്ഞ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാ. പിന്നെ എന്താ ആന്റിയുടെ കണ്ണ് നിറഞ്ഞു വരുന്നേ? ആന്റിയെ കരയുവാണോ? ആന്റിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാം. ആന്റിക്ക് ഒരു വിഷമമില്ലെന്ന് പറയണേ. പെട്ടെന്ന് തന്നെ വിമല പറഞ്ഞു മോനെ നീ പോയി കളിക്കാൻ നോക്കാൻ പറയണേ. ഞാൻ കളിക്കാനൊന്നും പോകുന്നില്ല, ഞാൻ ആന്റിയുടെ അടുത്ത് ഇരിക്കുന്നുള്ളെന്ന് പറയണേ. പറയുന്ന അനുസരിക്കുക. അപ്പോഴേക്ക് ഫ്രണ്ട്സ് അവിടെ നിന്ന് വിളിക്കുക. എടാ ആദി കളിക്കാൻ വരാൻ പറഞ്ഞോണ്ട്. അപ്പൊ തന്നെ ആദ്യം പറഞ്ഞു ഞാനേ പോയി കളിച്ചിട്ട് വരാട്ടോ ആന്റി എന്നും പറഞ്ഞോണ്ട് ആദ്യം അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോഴേക്കും വിമല പറഞ്ഞു എന്തിനാ മോളെ നീ അവന്റെ മുന്നിൽ നിങ്ങൾ കരഞ്ഞു കാണിച്ചേ? അവന് നല്ല വിഷമാവൂലേ? അവന് കാര്യങ്ങളൊന്നും അറിയത്തില്ല, പക്ഷെ അവൻ വലുതായിക്കൊണ്ടിരിക്കുക. അവന് ചില സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവൻ എന്നോട് അത് ചോദിക്കാറുമുണ്ട്. നമ്മളായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അവന്റെ കുഞ്ഞു മനസ്സിലാണ്. സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പോവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. നീ തൽക്കാലത്തേക്ക് ഇവിടെ ഇരിക്കുക, ഞാൻ പോയി ഗ്ലാസ് ചായ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് വിമല അകത്തേക്ക് അവിടെ കയറി പോവാണ്. ആ സമയം ചന്ദ്രമതിയെ കാണാനായിട്ട് ഭാമ വരുവാണ്. ഭാമ വന്നിട്ട് പറഞ്ഞു എന്താ ചന്ദ്രയെ കേൾക്കണേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടോ ചന്ദ്രമതി പറഞ്ഞു ഇനി എന്ത് ചെയ്യാനെന്ന് പറ. അവിടെ എല്ലുവേ പോയി എതിരെ പോയി എങ്ങോട്ടാ പോയെന്ന് അറിയത്തില്ല. സച്ചിയും സുധിയൊക്കെ അന്വേഷിച്ച് പോയിട്ടുണ്ടെന്ന് പറയാം. അല്ലെങ്കിലും സുധീരെ പറഞ്ഞാൽ മതി, നിന്റെ മൂത്ത മോൻ കാരണം നിനക്ക് ഒരു സമാധാനം ഇല്ലല്ലോ കുടുംബത്തിൽ നിന്ന് പറയണം. എന്തിനാണ് നീ അവനെ പറയണ എന്ന് ഭാമയോട് ചന്ദ്രമതി ചോദിക്കുകയാണ്. പിന്നെ പറയാതെ നേരത്തെ ആണെങ്കിൽ കല്യാണത്തിനാണ് നമ്മുടെ കല്യാണപ്പന്തിലേന്ന് ഒളിച്ചോടി, അതിനുശേഷം പൈസയും കൊണ്ട് മുങ്ങി. ഇപ്പാണ്ട് വീണ്ടും ഇത് ഓരോ തവണ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ എന്ന് പറയണം. പിന്നെ അവനൊന്നും അല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, എല്ലാ പ്രശ്നം ഉണ്ടാക്കുന്ന ആ സച്ചി എന്ന് പറയുന്നതിനാ. അവന് ജോലിയില്ലാത്ത കാര്യം വീട്ടിൽ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഓഹോ ഇപ്പൊ സച്ചി ചെയ്താ കുറ്റമായി പോയതല്ലേ? എടി ജോലിയും കൂലിയും ഇല്ലാതെ പാറയ്ക്ക് പോയി അവൻ ഇരുന്നിട്ടല്ലേ അങ്ങനെ പറഞ്ഞേ, വേറൊന്നും കൊണ്ടല്ലല്ലോ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും പോകുന്ന നിനക്കില്ലെന്ന് ചോദിക്കുക. എന്നിട്ട് ഇപ്പൊ അവന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. സപ്പോർട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെങ്കിൽ അവനൊരു ജോലിയും വരുമാനവും ഒക്കെ വേണ്ടായിരുന്നോ? അത് നീ വേണമായിരുന്നു ചിന്തിക്കാനായിട്ട്. നിനക്ക് എന്താ
ഒട്ടും ബുദ്ധിയും ബോധമൊന്നും ഇല്ലേ ചന്ദ്രൻ എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാ, എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറയണം. പറയാനേ പറ്റത്തുള്ളൂ. നീയേ ശ്രുതിക്ക് കൂടുതൽ അങ്ങോട്ട് സ്വാതന്ത്ര്യം കൊടുത്തു. ശ്രുതി എന്ത് കാണിച്ചാലും ഒന്നും മിണ്ടായിരുന്നോണ്ടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. സ്വന്തം ഭാര്യ പോയില്ലേ, അവളാണെങ്കിൽ കോടീശ്വരിയാ. ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ അവളുടെ മലേഷ്യയിലുള്ള ഡാഡി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എവിടെയാണെങ്കിലും അവളെ കൊണ്ടുവരാൻ നോക്ക്. എനിക്കിപ്പോ പേടി അതല്ല. ഇനി എങ്ങാനും അവള് വല്ല കടുങ്കൈ ചെയ്യുവോ, മനസ്സിന് അത്രയ്ക്ക് വിഷമം തട്ടിയിട്ടുണ്ടെന്ന് തോന്നേ. ഇന്നത്തെ കാലത്തെ കുട്ടികളല്ലേ, എന്താ ഏതാന്നും പറയാൻ പറ്റില്ല. വെട്ടൊന്നും മുറിയുണ്ടെന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ ഒറ്റ ബുദ്ധിക്ക് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാണ്. അതോടെ കിട്ടിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് ആപ്പാ ടെൻഷനായി. എന്റെ ഭഗവാനെ, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് നാളെ കാണാൻ പോകുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.